Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് CPT സർജറി പോർഷനിലെ ഒരു ജനറൽ ടോപ്പിക് ആയിട്ട് വരുന്ന ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി FNAB എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയാണ് കോഡുകൾ പിക്ക് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ഈ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി എന്ന് പറയുന്നത് ഒരു കോമൺ ടോപ്പിക്കാണ്. നമ്മുടെ എൻറ്റയർ സർജറിയിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് ഓരോ സെക്ഷനിലും ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്നായാലും ഏത് സർജിക്കൽ പ്രൊസീജിയറിൻ്റെ കൂടെ ആയാലും ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സിയാണ് പെർഫോം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജനറൽ ആയിട്ട് കൊടുത്തിട്ടുള്ള 1 സീരീസിലാണ് കൊടുത്തിട്ടുള്ള ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിന് തൊട്ട് മുന്നത്തെ പേജിലായിട്ടാണ്. ഇൻറ്റഗ്യുമെൻ്ററി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കണം എപ്പോഴും നമ്മൾ ഈ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓരോ സെക്ഷനിലും ഡിഫറെൻ്റ് അല്ല, എല്ലാത്തിനും കൂടി കോമൺ ആയിട്ടൊരു ജനറൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ അതിൽ നിന്ന് എങ്ങനെ കോഡുകൾ പിക്ക് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ, ഒരു പാരഗ്രാഫാണിത്. എ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി ഈസ് പെർഫോംഡ് വെൻ മെറ്റീരിയൽ ഈസ് ആസ്പിറേറ്റഡ് വിത്ത് എ ഫൈൻ നീഡിൽ ആൻഡ് ദ സെൽസ് ആർ എക്സാമിൻ സൈറ്റോളജിക്കലി. അതായത് ഒരു ഫൈൻ ആയിട്ടുള്ള നീഡിലിനെ നമ്മുടെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്, എന്നിട്ട് എന്താണോ വേണ്ടത് ആ ഒരു ഏരിയയിൽ നിന്ന് ആസ്പിറേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. എന്നിട്ട് ഈ ആസ്പിറേറ്റ് ചെയ്തതിന് സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ, അതായത് സ്റ്റഡി ഓഫ് സെൽസിനെ പറ്റി സ്റ്റഡി ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എ കോർ നീഡിൽ ബയോപ്സി ഈസ് ടിപ്പിക്കലി പെർഫോംഡ് വിത്ത് എ ലാർജ് ബോർ നീഡിൽ ടു ഒബ്റ്റെയിൻ എ കോർ സാമ്പിൾ ഓഫ് ദ ടിഷ്യൂ ഫോർ ഹിസ്റ്റോപെത്തോളജിക് ഇവാലുവേഷൻ ആണ്. അപ്പോൾ കോർ നീഡിൽ ബയോപ്സി എന്ന് പറയുന്നത് ഒരു വലിയ ബോർ നീഡിൽ യൂസ് ചെയ്തിട്ട് ടിഷ്യൂവിൻ്റെ സാമ്പിൾ എടുക്കുന്നതാണ്. സോ സിംപ്ലി ഫൈൻ നീഡിൽ ആസ്പിരേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ സെല്ലാവാം അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള എന്തെങ്കിലും ഫ്ലൂയിഡോ അതിനെയൊക്കെ ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്ന പ്രൊസീജിയറാണ് ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ 1004 കോഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, ഇതെല്ലാം 1004 തൊട്ട് 10012 വരെയുള്ള കോഡുകളെല്ലാം ഔട്ട് ഓഫ് ന്യൂമറിക്കൽ സീക്വൻസിലാണ്. ഇതെല്ലാം 10021 തൊട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ അവിടെ റേഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 10021 കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ തൊട്ട് നോക്കാം. ഇത് പറയുന്നത് ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി വിത്തൗട്ട് ഇമേജിംഗ് ഗൈഡൻസ് ഫസ്റ്റ് ലീഷനാണ്. അപ്പോൾ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി ചെയ്യുകയാണ്, ഒരു ഇമേജിംഗ് ഗൈഡൻസും ഇല്ലാതെ. ഫസ്റ്റത്തെ ലീഷനാണെങ്കിൽ 10021 ആണ്. ഇനി 10004 എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ കോഡാണ്. അറ്റ് ദ സെയിം ടൈം ഔട്ട് ഓഫ് സീക്വൻസിങ് ഓർഡറിൽ കിടക്കുന്നത് കൊണ്ടാണ് ഒരു ഹാഷ് സിമ്പൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് ഈച്ച് അഡീഷണൽ ലീഷനാണ്. അതായത് ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി ചെയ്യുമ്പോൾ വിത്തൗട്ട് ഇമേജിംഗ് ഗൈഡൻസിൽ ഫസ്റ്റത്തെ ലീഷന് 10021 കൊടുക്കുന്നു. പിന്നെ വരുന്ന ഓരോ അഡീഷണൽ ലീഷനും നമ്മൾ കൊടുക്കുന്നത് 10004 ആണ്. അപ്പോൾ ഇതും ഈ വിത്തൗട്ട് ഇമേജിംഗ് ഗൈഡൻസ് തന്നെയാണ്. ബാക്കി വരുന്ന ലീഷൻസ്, ഇപ്പോൾ ഒരു 3 ലീഷൻസ് ഉണ്ടെങ്കിൽ വിത്തൗട്ട് ഇമേജിംഗ് ഗൈഡൻസ് FNAB ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ 10021 പിന്നെ ബാക്കിയുള്ള 2 1004 × 2 ആണ് കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് 1004 നമ്മൾ 10021 കൂടെ ഉപയോഗിക്കാം. പക്ഷെ 1004 1001 എന്തിൻ്റെയൊക്കെ കൂടെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് നമുക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ആഡ് ഓൺ കോഡുകളൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അതിൻ്റെ താഴെയുള്ള ബ്രാക്കറ്റിൽ യൂസ് ഇൻ കൺജങ്ഷൻ എന്നും കാണും, ഡു നോട്ട് റിപ്പോർട്ട് എന്നും കാണും. അപ്പോൾ അത് ഏതാണ് കൊടുത്തിട്ടുള്ളതെന്ന് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് വേണം കോഡുകൾ പിക്ക് ചെയ്യാൻ. നെക്സ്റ്റ് കോഡ് വരുന്നത് 10005 ആണ്. ഇതൊരു ഔട്ട് ഓഫ് ന്യൂമറിക്കൽ സീക്വൻസിങ് മാത്രമാണ്, ആഡ് ഓൺ കോഡല്ല. സോ ഈ കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി ഇൻക്ലൂഡിങ് അൾട്രാസൗണ്ട് ഗൈഡൻസ് ആണ് ഫസ്റ്റ് ലീഷൻ. ആദ്യം പറഞ്ഞ പോലെ തന്നെ, പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം, ഇവിടെ അൾട്രാസൗണ്ട് ഗൈഡൻസിലാണ്. ഇത് ഫസ്റ്റ് ലീഷൻ്റെ കോഡാണ്. ഇനി ഓരോ അഡീഷണൽ ലീഷനും നമ്മൾ 10006 എന്നുള്ള ആഡ് ഓൺ കോഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറൻസ് വരുന്നത് അൾട്രാസൗണ്ട് ഗൈഡൻസ് ആണ്. നെക്സ്റ്റ് കോഡ് വരുന്നത് 10007 ആണ്. ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി ഇൻക്ലൂഡിങ് ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസ് ആണ് ഫസ്റ്റ് ലീഷൻ. 10008 എന്ന് പറഞ്ഞാൽ ഈച്ച് അഡീഷണൽ ലീഷനുള്ള കോഡാണ്.
ഇവിടെ എന്താണ് ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കോഡ് 10009 ആണ്. ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി ഇൻക്ലൂഡിങ് CT ഗൈഡൻസ് ഫസ്റ്റ് ലീഷൻ. CT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഗൈഡൻസ് ആണ്. പിന്നെ വരുന്നത് 10010 ആണ്. ഈച്ച് അഡീഷണൽ ലീഷനുള്ള കോഡാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം താഴെ യൂസ് ഇൻ കൺജങ്ഷനും കൊടുത്തിട്ടുണ്ട്, ഡു നോട്ട് റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് വേണം കോഡുകൾ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് കോഡ് 10011 ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി ഇൻക്ലൂഡിങ് MR ഗൈഡൻസ് ഫസ്റ്റ് ലീഷൻ. പിന്നെ 10012 ആണ് ഈച്ച് അഡീഷണൽ ലീഷനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട എല്ലാം ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി തന്നെയാണ്. ഈ ഗൈഡൻസിൻ്റെ കേസാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. അതായത് വിത്തൗട്ട് ഗൈഡൻസിന് കോഡുണ്ട്, അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ആണെങ്കിൽ ഫ്ലൂറോസ്കോപ്പിക് CT MRI അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് കോഡുകൾ പോകുന്നത്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് കോഡുകൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ചെക്ക് ദ നമ്പർ ഓഫ് ലീഷൻസ്. എത്ര നമ്പർ ഓഫ് ലീഷൻസ് ഉണ്ടെന്ന് നോക്കുക. എല്ലാത്തിൻ്റെയും കേസിൽ ഫസ്റ്റ് ലീഷന് ഒരു പ്രൈമറി കോഡ് കൊടുക്കുക, ബാക്കി ലീഷൻസിനെല്ലാം നമ്മൾ ആഡ് ഓൺ കോഡാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് വിത്ത് ഓർ വിത്തൗട്ട് ഇമേജിങ് ഗൈഡൻസ് ആണോ എന്ന് നോക്കുക. അപ്പോൾ വിത്തൗട്ട് ഗൈഡൻസ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 കോഡുകളാണുള്ളത്. പിന്നെ വിത്ത് ഗൈഡൻസിൻ്റെ കേസിൽ നമുക്ക് ഏതാണ് ഗൈഡൻസ് എന്നും കൂടി നോക്കാം. അൾട്രാസൗണ്ട് ആണോ, ഫ്ലൂറോസ്കോപ്പിക് ആണോ, MRI ആണോ, CT ആണോ എന്ന് നോക്കിയിട്ട് കോഡുകൾ കൊടുക്കുക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി ഓഫ് 5 ലീഷൻസ് വിത്തൗട്ട് ഇമേജിങ് ഗൈഡൻസ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആസ്പിറേഷൻ ബയോപ്സി ഓഫ് 5 ലീഷൻസ് ആണ്, വിത്തൗട്ട് ഇമേജിങ് ഗൈഡൻസ് ആണ്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ഇമേജിങ് ഗൈഡൻസിൻ്റെ കോഡ് വരുന്നത് 10021 10004 ആണ്. അപ്പോൾ 5 ലീഷൻസ് ആകുമ്പോൾ ഫസ്റ്റ് ലീഷന് 10021, ബാക്കി വരുന്ന 4 ലീഷൻസിന് 10004 × 4 ആണ് കോഡ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, FNAB ഓഫ് 2 ലീഷൻസ് അണ്ടർ അൾട്രാസൗണ്ട് ഗൈഡൻസ് ആണ്. അപ്പോൾ ഇവിടെ ലീഷൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്, അൾട്രാസൗണ്ട് ഗൈഡൻസ് ആണ്. സോ ഇവിടെ നമുക്ക് കോഡുകൾ വരുന്നത് 10005 ഫോർ ദ ഫസ്റ്റ് ലീഷൻ, 10006 ഫോർ ദി സെക്കൻഡ് ലീഷൻ.